ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാണ് കേട്ടാ. ഇന്ന് ഞാൻ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാ. ഞാൻ പിന്നെ ട്രെയിനിലാണ് പോണേ. ഏയ്, ഇതെന്തത്? ഇവിടെ ഇതൊരിക്കും ട്രെയിനൊന്നും വന്നില്ലേ? ആ ട്രെയിൻ ഇന്നും ലേറ്റ് ആന്ന് തോന്നുന്നു കേട്ടാ. ആ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ട്രെയിനൊക്കെ വരും. Meanwhile, ഓക്കെ, ഇവിടെ എങ്ങനെ ട്രെയിനൊക്കെ വന്നേക്കാ. ഏയ്, ഇതെന്തത്? ഇതൊരു ഗുഡ്സ് ട്രെയിൻ ആണല്ലോ. ഞാൻ പിന്നെ വന്ദേ ഭാരതില് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തേ, അത് ഇതൊരിക്കും വന്നില്ല. അതെന്തടി കൊച്ചേ, നീ വന്ദേ ഭാരതിൽ മാത്രമേ പോവുള്ളോ? ബായോ, നമുക്ക് ഈ കാണുന്ന ട്രെയിനിൽ പോവാം. അല്ല, നിങ്ങൾക്ക് ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? മോഞ്ചത്തി പെണ്ണേ, നമുക്ക് നിന്നെ ഭയങ്കര ഇഷ്ടായി. നമുക്ക് എല്ലാവർക്കും നിന്നെ കല്യാണം കഴിക്കണം. എന്നിട്ട് എല്ലാവരും എന്നെ കല്യാണം കഴിക്കേ? നിങ്ങൾ 5 പേരാ? അതെ, ഒന്ന് പോയാടൊന്ന്. എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ടാ? ആര്? ആ ഫ്രാങ്ക്ലിനാ? ആ പൊട്ടനാണോ നിന്റെ ബോയ് ഫ്രണ്ട്? അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനിങ്ങനെ നൈസായിട്ട് തട്ടാം. എന്തു പറയണു? അതൊന്നും ശരിയാവില്ല. നിങ്ങൾക്ക് അവനെ ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അവനെ ഈ സിറ്റിയിലത്തെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അവനെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടാം. എന്നിട്ട് നിന്നെ നമ്മൾ സ്വന്താക്കും. നമ്മൾ 5 പേരും നിന്നെ കല്യാണം കഴിക്കും. ഓ, ഇതെന്തത്? ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യല്ലോ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിക്കാം. അതായിരിക്കും നല്ലത്. 12 seconds later. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണിപ്പാളിട്ടാ. സംഭവം വേറൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്. അവളിന്ന് ആക്ച്വലി നാട്ടിലേക്ക് പോവാ, അതും ട്രെയിനിലാണ് പോണേ. പക്ഷെ അവൾക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിലെ എന്തോ പ്രശ്നം ഉണ്ടായിന്ന്. ആരോ അവളെ ശല്യപ്പെടുത്താന്ന്. ആരണാവോ അവളെ ശല്യപ്പെടുത്തണേ? എന്നിട്ടായാലും അമ്മ ഞാൻ വെറുതെ വിടില്ല, അത് ഉറപ്പാ. നമുക്ക് ഏതായാലും സ്റ്റേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാ. ഇതുണ്ടില്ലേ, ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരേ കളർ ഡ്രസ്സ് ഇട്ടേക്കണ്. ഇതുമല്ല ഗ്യാങ്ങിൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. അല്ല, അവളെവിടെയാ? അവളെവിടെ കാണാനില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതെന്തത്? ഇവന്മാരെന്താ ജോക്കറാണോ? എടാ ഫ്രാങ്ക്ലിന്, നീ വന്നാ? ഹാവു, എന്തെങ്കിലും ആവട്ടെ, നീ പിന്നെ കറക്റ്റ് ടൈമിൽ വന്നേ. അതെ, ഇവന്മാർ കുറെ നേരെ എന്നെ ശല്യപ്പെടുത്താൻ നോക്കണ്. ഇവന്മാർക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന്, അതും 5 പേർക്ക്. ഇവർ പറയണതേ അവർ നിന്നെ തട്ടിയിട്ട് എന്നെ കല്യാണം കഴിക്കുന്നു. അതാണ് ഇവന്മാരുടെ പ്ലാൻ. ശരി, ഇത് കൊള്ളാലോ പരിപാടി. അതെ, നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നെ തട്ടിയിട്ട് ഇവളെ കല്യാണം കഴിക്കേ? അതിപ്പോൾ ഏതായാലും നടക്കാൻ പോണില്ല. നിങ്ങൾക്കറിയില്ല, ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ കളി മാറും. ഓ പിന്നെ, നീയിപ്പോൾ ആരായാലും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തുട്ടായാലും ഒരു കാര്യം പറയാം, നിന്നെ നമ്മൾ ഏതായാലും തട്ടാൻ പോവാ. എന്നിട്ട് ഇവളെ അങ്ങ് കല്യാണം കഴിക്കും. നമ്മൾ 5 പേരും ഇവളുടെ കഴുത്തിൽ താലി കിട്ടും. ശരി, അത്രയ്ക്കായാ? അതെ, ഇതണ്ട, എൻ്റെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇതെടുത്ത് നിങ്ങളുടെ മേത്ത് ഫയർ ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ. ഓ പിന്നെ, ഒന്ന് പോയടാ അവിടെ നിന്ന്. കളിത്തോക്കും കാണിച്ച് പേടിപ്പിക്കുക. കളിത്തോക്കാ? അതെ, ഇപ്പം ശരിയായി തരാം. ഇനി നിങ്ങളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, എല്ലാത്തിനും തീർത്തളയും. ചാവങ്ങോട്ട്. എങ്ങോട്ടേക്ക് ഓടിപ്പോണേ? നിക്കവിടെ. എന്താ പറ്റിയേ? പേടിച്ചു പോയാ? ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ. ഇതെന്താ എല്ലാവരും ചത്താ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടാ? ഇവിടെ ഒത്തം പൂണ്ട്. എന്നാ പിടിച്ചോ, ചാവങ്ങോട്ട്. ദേ കിടക്കണം അവിടെ. ഓ, നമ്മളിപ്പോൾ 4 പേരെ കൊന്നുട്ടാ. ഒരാളും കൂടിയും ബാക്കിയുണ്ടല്ലോ. അയാൾ എവിടെയാ? ഓ, അയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ഇതുണ്ടില്ലേ, അവിടെ ഒരുത്തൻ ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ നോക്കുക. നമുക്ക് അവനെ സ്നൈപ്പർ വെച്ച് കൊല്ലാം. എന്നാ പിടിച്ചോ. അങ്ങനെ അവൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇവരെ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോവാ, അതും 5 പേര്. ഒരു മര്യാദ കാണിക്കണ്ടേ? ഇനിയിപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇവളുടെ ട്രെയിനെ വരണവരെ വെയിറ്റ് ചെയ്യാം. ഇവളെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് നമുക്കിവിടെ നിന്ന് പോവാം, അതായിരിക്കും നല്ലത്. 1 hour later. ഓക്കെ, അവളെ ഞാനങ്ങനെ ട്രെയിനിൽ കയറ്റി വിട്ടേക്കാ. അവളങ്ങനെ നാട്ടിലേക്ക് പോയി. എന്തേലും ആവട്ടെ, നമുക്കിനി ഏതായാലും വീട്ടിലേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപ്
ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി വീട്ടിലേക്ക് പോവാം. Later. എന്നാലും ആ ഫ്രാങ്ക്ലിൻ ആള് കൊള്ളാലോ. അവൻ നമ്മുടെ ആൾക്കാരെ അടിക്കാറായില്ലേ. അവൻ അതിനു മാത്രം ധൈര്യം വന്നാ. എന്തുട്ടായാലും അവന് ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. അവന് മാത്രല്ല, ഈ സിറ്റിയിലുള്ള ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും തീർത്തളയും. അതിനാണ് ഞാൻ ദേ ഈ ഒരു സംഭവം കൊണ്ടുവന്നേ. ഇതാണ് ട്രെയിൻ ഈറ്റർ മോൺസ്റ്റർ. ഈ മോൺസ്റ്റർ എല്ലാത്തിനും പിടിച്ച് തിന്നും, ഒരാളിനും ബാക്കിക്കില്ല. ബോസ് ടെൻഷൻ അടിക്കണ്ട. ബോസ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. ഈ സിറ്റിയിൽ ഒരാളിനും ഞാൻ ബാക്കിക്കില്ല, എല്ലാത്തിനും കടിച്ച് തിന്നും. അത് കഴിഞ്ഞിട്ട് ആ ഫ്രാങ്ക്ലിനും ഞാൻ കടിച്ചു തിന്നും. അവനും ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണല്ലോ. ഈ നേരത്തെ ഇപ്പോൾ ആരോ വിളിക്കണേ? ആ, ഇത് നമ്മുടെ സോമനല്ലേ? എടാ സോമ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിന്, നീ അറിഞ്ഞ നമ്മുടെ സിറ്റിയില് വലിയൊരു മോൺസ്റ്റർ വന്നേക്കാ. ആ മോൺസ്റ്റർ ആണെങ്കിൽ എല്ലാവരും കടിച്ചു തിന്ന. ആ മോൺസ്റ്റർ പക്ഷെ എൻ്റെ വീടിന് മുമ്പിൽ കൂടെ പോയേ. ഭാഗ്യമുണ്ട്, എനിക്കൊന്നും സംഭവിച്ചില്ല. അതെ, നീ ആ TV ഓണാക്കി നോക്കി നോക്ക്. ന്യൂസിൽ എല്ലാം കാണാൻ പറ്റും. ആണോ? എന്നാ ശരി, ഞാൻ നോക്കി നോക്കട്ടെ. ഗൈസ്, ഇവിടെ ഇപ്പോൾ സോമൻ നമ്മളെ വിളിച്ചേക്കാൻ കേട്ടാ. സോമൻ പറയണതേ നമ്മുടെ സിറ്റിയിൽ എന്തോ വലിയ മോൺസ്റ്റർ ഒക്കെ വന്നൂന്ന്. ആ മോൺസ്റ്റർ എല്ലാവരും കടിച്ച് തിന്നാന്ന്. എന്നാലും അത് ഏതാണാവോ ആ മോൺസ്റ്റർ? നമുക്ക് ഏതായാലും ന്യൂസ് വെച്ച് നോക്കി നോക്കാം, അപ്പം നമുക്ക് അറിയാൻ പറ്റും. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ സിറ്റിയിൽ വന്നേക്കാണ് ഒരു ജൈന്റ് മോൺസ്റ്റർ. ഇതിനെ ട്രെയിൻ ഈറ്റർ മോൺസ്റ്റർ എന്നൊക്കെ പറയും. ഈ മോൺസ്റ്റർ ആണെങ്കിൽ ഭയങ്കര പെശക. നമ്മുടെ സിറ്റിയിലുള്ള ഒരാളിനും വെറുതെ വിടണില്ല, എല്ലാത്തിനും കടിച്ച് തിന്നാണ്. എനിക്കപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ ട്രെയിൻ ഈറ്റർ മോൺസ്റ്റർ എല്ലാവരും കടിച്ചു തിന്നും. ഇതെന്തത്? ഞാനിപ്പോൾ എന്തേ കണ്ടേ? ട്രെയിൻ ഈറ്റർ മോൺസ്റ്ററാ? ഇതേതാണാവോ ഈ പുതിയ അപരാധം? എന്തുട്ടായാലും അതിനെ വെറുതെ ശരിയാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ മോൺസ്റ്ററിനെ തീർത്തളയണം, അല്ലെങ്കിൽ സിറ്റിയിൽ ഒരാളും ബാക്കി ഉണ്ടാവില്ലേ. എന്തപ്പോൾ ചെയ്യാ? അതിനെങ്ങനെ കൊല്ല? ആ മോൺസ്റ്ററിന് അത്യാവശ്യം വലുപ്പണ്ടേ. അതെ, എനിക്കൊരു ഐഡിയ ഉണ്ട്. എൻ്റെ വീടിന് മുമ്പിലെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എറിയാൻ പോവാ. ബൈ ചാൻസ് ആ മോൺസ്റ്റർ എൻ്റെ വീട്ടിൽ കയറാണെങ്കിൽ അപ്പം തന്നെ ഈ സ്റ്റിക്കി ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എറിയുന്നുണ്ട്. ഇതൊക്കെ പൊട്ടിത്തെറിച്ച ആ മോൺസ്റ്റർ എന്തായാലും പടാവും, അത് ഉറപ്പാ. ഈ ബോംബിന് അത്യാവശ്യം പവർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എറിഞ്ഞു. ഇനി ആ മോൺസ്റ്റർ ഇവിടേക്ക് കയറിയാലേ അപ്പം തന്നെ നമ്മൾ ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യും. അന്നേരം ആ മോൺസ്റ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതെ, നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കി നോക്കണ്ട. ആ മോൺസ്റ്റർ ചിലപ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാവും. ഒരു മിനിറ്റ്, ഞാനിവിടെ എന്തോ സൗണ്ടൊക്കെ കേട്ടുട്ടാ. ഇത് മിക്കവാറും ആ മോൺസ്റ്ററിൻ്റെ സൗണ്ടാന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഇതെന്തത്? ഈ മോൺസ്റ്റർ എൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ടല്ലോ. അതെ, നൈസായിട്ട് പണി പാളിട്ടാ. ഈ മോൺസ്റ്റർ എൻ്റെ പിന്നാലെ വന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ മോൺസ്റ്ററിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് ആ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. എൻ്റെ ഈ പ്ലാന് വർക്കായാൽ മതിയായിരുന്നു. ഇതിപ്പോഴും എൻ്റെ പിന്നാലെ വരുന്നുണ്ടാ. എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്നെ കടിച്ച് തിന്നും. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാം. അത് മൊബൈൽ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. എന്തായി, ചത്താ? ഇതിന് ഒരു അനക്കൂലേട്ടാ. എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എനിക്ക് തോന്നണതേ ഈ സാധനം ചത്തൂന്നാ. ഇത് ചത്തുണ്ടാവും, ഉറപ്പാണ്. എന്നാലും ഇത് എന്ത് ജീവിയാണാവോ? ഇതിൻ്റെ വായുടെ ഉള്ളിലേ എന്തുണ്ട്? ഒരാൾ നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. ഗൈസ്, ഇതുണ്ടില്ലേ, ആ മോൺസ്റ്റർ അങ്ങനെ ഡീസ്പോണായി. അതിൻ്റെ അർത്ഥം അത് ചത്തൂന്നാ. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതിൻ്റെ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.
എല്ലാവർക്കും ഗുഡ് ബൈ.